നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കാനായിട്ടുള്ള 2 ടിപ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. പുട്ട് പൊടി നനയ്ക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഉപ്പും ഇട്ട് അത് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അത് പാകത്തിന് നാളികേരവും ചേർത്തിട്ട് അടിച്ചെടുത്താൽ പിന്നെ പുട്ടുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായിരിക്കും. ഞാനിപ്പോൾ ചിരട്ടയിലൊക്കെ നിറച്ചിട്ടുണ്ട്. ഇത് അത് കുറച്ച് പീരിട്ട് പിന്നെ പുട്ടുപൊടി ഇട്ട് സ്റ്റീം ചെയ്തെടുത്ത് വൈകുന്നേരം വരയ്ക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ രാവിലെ ഉണ്ടാക്കിയാൽ. പിന്നെ വേറൊരു ടിപ്സുള്ളത്, നമുക്ക് ഈ പുട്ടുപൊടി തന്നെ നമ്മൾ ബാക്കിയുണ്ടെങ്കിൽ അത് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം. ഫ്രീസറിൽ എടുത്ത് വെച്ച് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ നല്ല കട്ടിയായിട്ട് ഇരിക്കേണ്ടായിരിക്കും. അത് ഉടയ്ക്കാനും നിൽക്കേണ്ട, അതുപോലെ തന്നെ മിക്സിയിലിട്ട് നന്നായിട്ട് കറക്കാം. നാളികേരം ചേർത്തിട്ടില്ലെങ്കിൽ ഞാൻ ചേർത്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് നാളികേരം ചേർത്തിട്ടാണ്. ഇപ്പോൾ എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. ഈ പൊടി നമ്മൾ പുട്ടുകണയിലോ ചിരട്ടയിലോ ആവി കയറ്റി ഒന്ന് നോക്കി. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് എടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും പെട്ടെന്ന് അത് ഉപയോഗിക്കാൻ പറ്റും.